ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഏറ്റവും പേടിയുള്ള ഇടം അത്. ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. നവീനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. നിഷേധിക്കരുത്. പോയേ പറ്റൂ. നവീൻ, ഇത് ഒരുമാതിരി ടോർച്ചറിംഗ് ആണ്. ഇവിടെ നടക്കുന്ന നാഗത്തെ കുറിച്ചുള്ള കഥകൾ എന്താണെന്ന് തെളിഞ്ഞതല്ലേ? പക്ഷെ ആഘോഷങ്ങൾക്ക് മുമ്പ് നാഗക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ ചെയ്യേണ്ടതുണ്ട്. തിരുമേനി പറഞ്ഞോളൂ, എന്താണെന്ന് വെച്ച ചെയ്തോളാം. കളരിക്കൽ തറവാടിന്റെ നാഗശാപം തീർത്ത നാഗങ്ങളുടെ അനുഗ്രഹമുള്ള പെൺകുട്ടിയായിരുന്നു കൃഷ്ണ. കൃഷ്ണയാണ് നവീനോടൊപ്പം ജീവിക്കുന്നതെങ്കിൽ പരിപൂർണമായും നാഗശാപം അവസാനിച്ചു എന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷെ ഇവിടെ സ്ഥിതി അതല്ലല്ലോ. കൂടെ ജീവിക്കുന്നത് മറ്റൊരാളല്ലേ. അതുകൊണ്ട് നാഗദോഷത്തിന്റെ കാര്യത്തിൽ ഉറപ്പു പറയാൻ പറ്റില്ല. ഈശ്വര, അഹിതമായ ചില സൂചനകൾ നാഗദൈവങ്ങളിൽ നിന്നും മുമ്പും നമുക്കുണ്ടായിട്ടുള്ളതല്ലേ. അത് നിസാരമായി തള്ളിക്കളയണ്ട. ഇനിയും പേടിച്ച് ജീവിക്കാനാണോ? പ്രശ്നങ്ങൾ കൺമുമ്പിൽ എത്തുമ്പോൾ പ്രശ്നപരിഹാരവും ദൈവങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴിപാടുകൾ നവീനും ഗാഥയും ചെയ്തതിന് ശേഷം മാത്രം ആഘോഷിക്കാം. അങ്ങനെയേ തീരുമാനിക്കാവൂ. എങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല, തീർച്ച. ആഘോഷം ഭംഗിയായി നടക്കും. ദൈവം അനുഗ്രഹിക്കും. അമ്മേ, ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെയാ പരിപാടി? രാവിലെ അമ്പലത്തിൽ പോണം, പായസം കഴിപ്പിക്കണം, അത് വാങ്ങണം. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു കേക്ക് മുറിക്കലോ സദ്യയോ ആവാം. അതിൽ കൂടുതൽ എന്താ? ആഹാ, അപ്പൊ ഇവിടെ ഡെക്കറേറ്റ് ഒന്നും ചെയ്യണ്ടേ? അതൊന്നും വേണ്ട മോണിക്കുട്ടി. അത്ര ആഡംബരൊന്നും നമുക്ക് പറ്റില്ല. ഇതുവരെ കൃഷ്ണയുടെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിച്ചോ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാനും കൂടി ചേർന്നിട്ട് ആദ്യമായിട്ട് നടത്തുന്ന ഫംഗ്ഷനാ. അപ്പൊ അത് ഗംഭീരാക്കണം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ വരുന്നതല്ലേ. അല്ല, കൊറേ നേരമായില്ലേ സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നേ. അനിയൻ സാറാണോ വരുന്നേ? അല്ലമ്മേ, നവീനെ വിളിച്ചിട്ടുണ്ട്. നവീൻ വരും. കൊറേ നിർബന്ധിച്ചപ്പോഴാ സമ്മതിച്ചത്. അല്ല, നാളെ ബർത്ത്ഡേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നില്ല. ഇവിടെ തങ്ങാനാണ് നവീന്റെ പ്ലാൻ. ദേ മോളിക്കുട്ടി, മിണ്ടാതിരുന്നേ. അത് മതി അമ്മയ്ക്ക് നെഞ്ചുരുക്കാൻ. അവളെ വെറുതെ പറയണ്ട അമ്മേ. അനിയ സാറാ നാളെ വരുന്നേ. ഓ, മോളിക്കുട്ടി പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്നാണോ കരുതിയിരിക്കുന്നേ? പിന്നെ ആ മുഖത്ത് മിന്നി മറിയുന്ന ഭാവങ്ങളൊക്കെ ഞാൻ കണ്ടതാണേ. മോളെ, അനിയൻ സാർ ചടങ്ങിന് വന്ന് വെറുതെ പങ്കെടുക്കേ ഉള്ളോ അതോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കോ? അത് എന്ത് ചോദ്യമേ? അനിയ സാർ വന്നാ ഭക്ഷണം കഴിക്കാതെ ഞാൻ വിടോ? ഭക്ഷണം കഴിപ്പിക്കണം. അയ്യോ, അതിപ്പോ ഇത്രയും വലിയൊരാളല്ലേ, എന്തൊക്കെയാ ഒരുക്കേണ്ടത്, എന്തൊക്കെയാ ഇഷ്ടപ്പെടുക എന്നൊക്കെ അറിയാതെ. അതിനു വേണ്ടി അമ്മ ഓടിച്ചാടി നടക്കൊന്നും വേണ്ട. അനിയ സാറിന് സാധാരണ ഭക്ഷണം ആയാലും ഇഷ്ടം. അമ്മ ഒരു സദ്യ ഒരുക്കി പായസം വെച്ചാ മതി. എന്നിട്ട് ഇലയിട്ട് നമുക്കതിൽ വിളമ്പാ. പൂർണ്ണ തൃപ്തിയോടെ സാർ അത് കഴിച്ചോളും. ഇവരച്ഛനും മോളും അല്ലേ. അച്ഛന്റെ ഇഷ്ടങ്ങള് മോൾക്കറിയാതിരിക്കോ? നാളെ കുറച്ച് നേരത്തെ എണീക്കണം. എന്നിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. അതിന് അമ്മ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ മുതൽ ഓട്ടോ നിർത്തിവെച്ചിരിക്കുക. നാളെ ഓട്ടോയ്ക്ക് ഫുൾ റെസ്റ്റ്. പിന്നെ പാചകത്തിന്റെ കാര്യത്തിനൊക്കെ അമ്മയുടെ കൂടെ ഞാൻ നിന്നോളാം. പിന്നെ ബർത്ത്ഡേ കാര്യം നമുക്ക് വെറുതെ വിട്ടേക്കാം. അതൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം. ഹലോ, നിന്നോടെ വെറുതെ ഇരിക്കാൻ പറഞ്ഞാ വെറുതെ ഇരിക്കണം. വല്ലപ്പോഴും ഒരു ദിവസം കിട്ടുന്നതാടി, അത് വെറുതെ കളയണ്ട. അതെ, ഞാനും മോളിക്കുട്ടിയും കൂടി എന്താന്ന് വെച്ചാ ചെയ്തോ. നീ സാറ് വരുമ്പോ സാറിനെ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്താ മതി. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ആരെങ്കിലും ഒരാള് പുറത്തുനിന്ന് വന്നിട്ട് ഒരു ബർത്ത്ഡേ വരിക അല്ലേ? നിനക്ക് ഓരോ വയസ്സ് കൂടുന്തോറും അടുത്ത വർഷം എങ്ങനെയാവണമെന്ന് കണക്ക് കൂട്ടി വെക്കും. ചില കണക്കുകൂട്ടലുകൾ നമുക്ക് തെറ്റിയിട്ടല്ലേ ഉള്ളൂ. ആ
കൂട്ടത്തിൽ ഇതും അങ്ങ് പോകും. ഇത്തവണത്തെ പിറന്നാളെങ്കിലും ഓർത്തു വെക്കാൻ പറ്റുന്നതാവട്ടെ. എന്താ മുത്തശ്ശി വിളിച്ചേ? നാളത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? ആ, അത് മുത്തശ്ശി ഞങ്ങളുടെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നോക്കാൻ മാണിക്കുഞ്ഞുണ്ടല്ലോ. നാളെ പുലർച്ചെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരിടത്ത് പോകാനുണ്ട്. എവിടേക്ക്? നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക്, നാഗദൈവങ്ങളുടെ അടുത്തേക്ക്. അവിടെ ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കേ. വഴിപാടുകൾ നടത്തിയതിനു ശേഷം മാത്രമേ ആഘോഷങ്ങൾ നടത്താവൂന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട്. കുടുംബക്ഷേത്രത്തിലെ നാഗങ്ങൾ ഇപ്പോഴും എന്നോട് പക സൂക്ഷിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നത്? ശാപം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർക്കാനല്ലേ മോളെ ക്ഷേത്രത്തിൽ പോകുന്നത്? എനിക്ക് ഏറ്റവും പേടിയുള്ള ഇടം അത്. ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. നവീനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്, നിഷേധിക്കരുത്. പോയേ പറ്റൂ. ഛോ, നവീൻ, ഇത് ഒരുമാതിരി ടോർച്ചറിംഗ് ആണ്. ഇവിടെ നടക്കുന്ന നാഗത്തെ കുറിച്ചുള്ള കഥകൾ എന്താണെന്ന് തെളിഞ്ഞതല്ലേ? അത്തരം ആളുകൾ കാണിക്കുന്ന വിഡ്ഢിത്തരത്തിന് ഞാൻ എന്തിനാ ഏതെങ്കിലും അമ്പലത്തിന്റെ മുന്നിൽ പോയി നിന്ന് തൊഴുന്നത്? ഗാഥ, എനിക്കിപ്പോ ഒരു നാഗത്തിനെ പേടിയില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ എവിടേക്കും ഞാൻ വരികയില്ല. എങ്കിൽ പിന്നെ ആഘോഷങ്ങളൊന്നും നടത്തണ്ടെന്ന് തീരുമാനിക്കേണ്ടിയും വരും. ഓ, മുത്തശ്ശി ഞാൻ പറഞ്ഞതിന് എന്നോട് പകരം വീട്ടാണോ? അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ പലർക്കും എന്നോട് പകരം വീട്ടലാണല്ലോ പ്രധാന ജോലി. ഗാഥ ഒന്ന് നിർത്തുന്നുണ്ടോ താൻ? മുത്തശ്ശിയുടെ അടുത്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഷോ, എന്നോട് ആരാണോ സംസാരിക്കുന്നത് അതിനുള്ള മറുപടി ഞാൻ കൊടുക്കും നവീൻ. എനിക്ക് കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നത് പേടിയാണ്. എന്നെ അതിനെ ആരും നിർബന്ധിക്കണ്ട. എത്ര നിർബന്ധിച്ചാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നല്ലേ? എന്നിട്ടും ഞങ്ങൾ ഇങ്ങനെ നിശബ്ദരായിരിക്കുന്നത് ഇതൊരു കുടുംബം ആയതുകൊണ്ടാ. എന്ത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കിയാലും ഞാൻ പോവില്ലെന്ന് പറഞ്ഞാ പോവില്ല. മുത്തശ്ശി, ഗാഥയുടെ എന്താ മുത്തശ്ശി പറഞ്ഞത്? ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഗാഥയ്ക്ക് എന്താ പ്രത്യേകിച്ച് അറിയാവുന്നത്? അത് ഞാൻ അവളുടെ വാശി കണ്ടപ്പോ പറഞ്ഞു പോയതാ മോനെ. നീ ചെല്ലേ. നവീനെ, എന്നോട് നിങ്ങൾ വാശി കാണിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാഗദൈവങ്ങളോട് വാശിയൊന്നും വേണ്ട. അത് ഗാഥമോളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്.